പുല്ലാനിക്കാട്ടിലെ മുത്തിപ്പാറയുടെ ചോട്ടിൽ സുന്ദരമായ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. അവിടം പല നിറത്തിലുള്ള പൂക്കളാലും ചെടികളാലും സമ്പുഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ചെറുപ്രാണികൾ അവിടെ വസിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഒരു പുൽച്ചാടിയും അവിടെ ഉണ്ടായിരുന്നു. മഹാമടിയനും അലസനുമായിരുന്നു അവൻ. ചങ്ങാതിമാരെ, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് വിശ്രമമൊന്നും വേണ്ടേ? കൂട്ടുകാരാ, ഇപ്പോൾ വിശ്രമമില്ലാതെ ജോലി ചെയ്താൽ വർദ്ധിക്കാലം വരുമ്പോൾ അതിൻ്റെ ഫലം നേടാം. ആസ്വദിക്കാനുള്ളതാണ് ജീവിതം. നിങ്ങളൊക്കെ മണ്ടന്മാരാണ്. ജീവിതം ആസ്വദിക്കാൻ അറിയില്ല. ല ല ല ല ല ല ല ല ദും തര 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 തര. എൻ്റെ ചങ്ങാതി, കിട്ടുന്നതൊക്കെ അപ്പം തന്നെ തിന്നും കുടിച്ചും തീർത്തേക്കണം. ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? എല്ലാ കാലവും ഇങ്ങനെ സുലഭമായി തേൻ കിട്ടില്ല ചങ്ങാതി. വർദ്ധിക്കാലത്ത് തേനും പൂമ്പൊടിയും കിട്ടാതെ വരുമ്പോൾ ഇപ്പോൾ ശേഖരിച്ചു വെക്കുന്നത് ഉപകാരമാവും. അതെല്ലാം തേൻ കള്ളന്മാർ വന്ന് കൊണ്ടുപോകും. ലാ 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 ലാ. ചങ്ങാതിമാരെ, കേട്ടില്ലേ ആ പുൽച്ചാടി പറഞ്ഞത്? കേട്ടു. നമ്മളതൊന്നും കേട്ടു നിന്നിട്ട് കാര്യമില്ല. നല്ല കാലത്ത് ആഹാരം ശേഖരിച്ച് വെച്ചില്ലെങ്കിൽ വർദ്ധിക്കാലം വരുമ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. ആ പുൽച്ചാടി മതി മറന്ന് നടക്കുകയാണ്. അവന് ഇന്ന് തിന്നാനും കുടിക്കാനും കിട്ടുന്നുണ്ട്. നാളെക്കുറിച്ചുള്ള ചിന്ത അവനില്ല. അതിൻ്റെ ഫലം വർദ്ധിക്കാലത്ത് അവനറിയും. അതെ, അലസന്മാർ എന്തിനും ന്യായീകരണം കണ്ടെത്തും. വർദ്ധിക്കാലം വരുമ്പോൾ അവൻ പാഠം പഠിക്കും. ഒടുവിൽ നല്ല കാലം മാറി വറുതിക്കാലം വന്നു. ഇതൊക്കെ കണ്ട പുൽച്ചാടിക്ക് അത്ഭുതവും എന്നാൽ സമാധാനവുമായി. അവരോട് അല്പം ഭക്ഷണം ചോദിക്കാമല്ലോ. അതിനായി അവൻ ആദ്യം തേനീച്ചക്കൂടിനടുത്തേക്ക് പോയി. ചങ്ങാതിമാരെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? അതെ, ഞങ്ങൾക്ക് സുഖം തന്നെ. പക്ഷേ നീ എന്തിനാണിപ്പോൾ ഞങ്ങളെ തേടി വന്നത്? എനിക്ക് വിശന്നിട്ട് വയ്യ. നീ എനിക്ക് കുറച്ച് ആഹാരം കടമായിട്ട് തരാമോ? ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കുറച്ച് ഭക്ഷണമേ ഇവിടെയുള്ളൂ. അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിനക്ക് പാട്ടും പാടി നടന്നാൽ മതിയല്ലോ. നിന്റെ വിശപ്പ് മാറിക്കൊള്ളും. ആസ്വദിച്ച് ജീവിക്ക്. തേനീച്ചകളിൽ നിന്ന് ഭക്ഷണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പുൽച്ചാടി വിഷമത്തിലായി. അവൻ നേരെ ഉറുമ്പുകളുടെ അടുത്തെത്തി. കൂട്ടരെ, ഞാൻ വിശന്ന് അവശനായിരിക്കുന്നു. നിങ്ങൾ എനിക്ക് കുറച്ച് ഭക്ഷണം തന്ന് സഹായിക്കണം. ശരി, നിനക്ക് ഞങ്ങൾ ഭക്ഷണം തരാം. നിന്റെ ഈ സ്ഥിതി കണ്ടിട്ടാണ് നിന്നെ ഞങ്ങൾ സഹായിക്കുന്നത്. ഇതിൽ നിന്ന് ഇനിയെങ്കിലും നീയൊരു പാഠം പഠിക്കണം, കേട്ടോ?